വിടുതൽ പ്രാപിച്ച ആളുകളിൽ നിന്ന് ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്താണ്? ചോദ്യം നമ്മൾ മറക്കരുത്. ഈ ലോകത്തിലെ മനുഷ്യവർഗത്തിൽ നിന്ന് ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഏത് ജീവൻ വേണം? പാട്ട് പാടിയതുകൊണ്ട് കിട്ടത്തില്ല നിത്യജീവൻ, പ്രസംഗിച്ചത് കൊണ്ടും നിത്യജീവൻ കിട്ടത്തില്ല, ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്താലും നിത്യജീവൻ കിട്ടില്ല, ആളുകളെ സഹായിച്ചാലും നിത്യജീവൻ കിട്ടില്ല. അതിൻ്റെ മാർഗം നമ്മൾ പഠിക്കാൻ പോവുക. ഞാൻ വാക്യത്തിൽ തന്നെ ഉണ്ട്. എന്തോ വേണം മോളെ? പുത്രനെ വി ഹാവ് ടു ലുക്ക് അൺടു ഹിം, അവനെ നോക്കണം. ആൻഡ് വി ഹാവ് ടു ബിലീവ് ഇൻ ഹിം. അവനിൽ എന്ത് ചെയ്യണം? ഒന്ന് പറ നിങ്ങൾ എന്നോട്. ഈ നമുക്കെല്ലാം പറ്റിയിരിക്കുന്ന കുഴപ്പം, നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളും അതിന് ഒരു കൺവെൻഷനലിസം എന്ന് പറയും. അതായത് ഒരു പതിവുകളുടെ ആവർത്തനക്രമമുണ്ട്. നമുക്കെല്ലാം പറ്റിയൊരു കുഴപ്പമാണ്. ഇങ്ങനെ ആദ്യം പാട്ട് പാടും, പിന്നെ സങ്കീർത്തനം വായിക്കും, പിന്നെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തും, പിന്നെ വരുന്നവർക്ക് സ്വാഗതം പറയും, പ്രസംഗിക്കാൻ വരുന്ന ആൾ ഇങ്ങോട്ട് വന്ന് ബമ്പട പടപട പ്രസംഗിക്കും. നമ്മൾ പറയും അമ്പട എന്തോ ഭയങ്കര പ്രസംഗമാണ്, അല്ലേ പറയും വലിയ എക്സ്പെക്റ്റേഷനായിരുന്നു. നമ്മൾ ഈ മാർക്ക് ഇട്ടേച്ച് തിരിച്ചു പോകും. നമുക്ക് പറ്റിയിരിക്കുന്ന ഒരു വലിയൊരു കുഴപ്പമാണ്. അതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേഗം നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനാണ് ഈ 3 മണിക്കൂറൊക്കെ ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ കൺവെൻഷനും ക്രൂസൈഡും ഒക്കെ വന്നു കഴിഞ്ഞാൽ 7 മണിക്ക് മൈക്കിൻ്റെ തന്ന 10, 10:30, 11, 12 മണി വരെയൊക്കെ, തെക്കൻ തിരുവിതാംകൂറിലൊക്കെ 12 മണിയായാലും ആരും പോവില്ല. കാരണം ഇപ്പോഴും എന്താ പറഞ്ഞത്? ദാവീദിൻ്റെ ആഗ്രഹം എന്തോ? യഹോവയുടെ ബാക്കിയെന്ന് പറഞ്ഞേ, ഇത് കണ്ടാൽ ഒരുത്തനും അവിടെ നിന്ന് എഴുന്നേക്കില്ല ഒരുത്തനും. പക്ഷെ നമ്മളെല്ലാം ഈ വാച്ചെ നോക്കി കൂട്ടായ്മയാക്കി മാറ്റിക്കളഞ്ഞു. നമുക്ക് തിരിച്ചു വരാം, അതൊന്നും പറഞ്ഞു പോകാൻ നേരമില്ലല്ലോ. രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ നിന്ന് ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്താണ്? പുറപ്പാട് പുസ്തകം എടുത്താട്ടെ, നമ്മളെ വേഗം വായിച്ചു തരണം. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, 1-2 വാക്യം വായിച്ചോളൂ. പുറപ്പാട് 9:1-2. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, ഉറക്കെ വായിച്ചോ മക്കളെ. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടതെന്നാൽ, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. പറഞ്ഞ എല്ലാവരും വിടുവിക്കപ്പെട്ട ജനം. എന്തിനാ ദൈവത്തിന്റെ ആഗ്രഹം? എന്തോ? ഇവരെ വിടുവിച്ച് അവരെ ആ കാര്യം ചെയ്യാനും ഈ കാര്യം ചെയ്യാനും ഒന്നുമല്ല ദൈവം പറഞ്ഞത്. വാക്യത്തിൽ എവിടെ കിടപ്പുണ്ട്? എൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? ആരാധിപ്പാൻ വിട്ടയക്കുക. എല്ലാവരും അങ്കിളിനെ, നിങ്ങൾ അങ്കിളെന്ന് വിളിച്ചോ, എന്നെ അല്ലെങ്കിൽ ബ്രദറെന്ന് വിളിച്ചോ. ഞാൻ എന്നേക്കാൾ സീനിയേഴ്സ് വളരെ കുറേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അങ്കിൾ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ, നിങ്ങളുടെ അങ്കിൾ ജോയ്ക്കുട്ടി എന്നെ അച്ചായ എന്നാണ് വിളിക്കുന്നത്, ചാർജ് ചെല്ലുമ്പോഴും എപ്പോഴും. അപ്പോൾ അങ്ങനെയും വിളിക്കും, അച്ചായ എന്ന് വിളിക്കുക, എന്തോ വേണേലും വിളിച്ചോ. എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എവിടെ വിട്ടാലും ആരെ ഉയർത്തണം? യേശുവിനെ. ഇത് വേറൊരു ആഗ്രഹം എനിക്കില്ല. അതിനാണല്ലോ ജോലി രാജിവെച്ച് വന്നത്. അപ്പോൾ നമുക്ക് തിരികെ വരാം. വിടുവിക്കപ്പെട്ട ജനത്തിൽ നിന്ന് ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് വർഷിപ്പാണ്, ആരാധനയാണ്. ഞാനല്ല പറഞ്ഞ വചനത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ജനത്തെ എന്ത് ചെയ്യണം? ഇനി അവിടുന്ന് ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പോവുക. അടിമത്തം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കും ദൈവത്തെ സ്വതന്ത്രമായി ആരാധിക്കാൻ പറ്റില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കുറിച്ചിരുന്ന് കിട്ടുള്ളൂ. അടിമത്തം എന്ന് പറയുന്ന ഒരുപാട് അടിമത്തമുണ്ട്, ഒത്തിരി അടിമത്തമുണ്ട്. ആ അടിമത്തമൊക്കെ ഞാൻ വിശദീകരിക്കാൻ പോയാൽ നിങ്ങളിന്ന് 12 മണിക്കും പോവില്ല. ഒരുപാട് അടിമത്തം. ഒന്നാമത്തെ വേഗം ഞാൻ അങ്ങ് പറഞ്ഞു പോകും. പാപത്തിൻ്റെ അടിമത്തം, പിശാചിൻ്റെ അടിമത്തം, സഭയുടെ അടിമത്തം. അങ്ങനെ ഒരു അടിമത്തമുണ്ട്. ഓരോരുത്തർക്കും ദൈവത്തേക്കാൾ വലുത് ഏതാണെന്നറിയാമോ? അവരവർ നിൽക്കുന്ന സഭയാണ്. അങ്ങനെ ഒരു അടിമത്തമുണ്ട്. വേറൊരു അടിമത്തമാണ് അറിവ്. നമുക്ക് അതിഭയങ്കരമായ അറിവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിമകളാണ്. വേറെ ചില ആളുകൾ അവരുടെ പൊസിഷൻസ്, അതായത് പദവികൾ, അതിൻ്റെ അടിമകളാണ്. മറ്റു ചില ആളുകൾ അവരുടെ അടിമകൾ അവരുടെ സാമ്പത്തികമായി ഔന്നത്യം അനുഭവിക്കുന്ന പല ആളുകളും കൂട്ടായ്മയ്ക്ക് പോലും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല, അവർ വരില്ല. കാരണം അതിൻ്റെ അടിമകളാണ്. അതവിടെ നിന്നോട്ടെ. ആ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതിക്കോളൂ. അടിമത്തം അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കും സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കാൻ പറ്റില്ല. ഈ ജനം 400-ലധികം വർഷം ഫറവോന്റെ അടിമത്തം അനുഭവിക്കുകയാണ്. അവർക്ക് ദൈവത്തെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആരാധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക. നമ്മളെല്ലാവരും വിടുതൽ പ്രാപിച്ചവരാണല്ലോ, ആണല്ലോ. അപ്പം നമ്മളിൽ നിന്ന് ദൈവം ഏറ്റവും അധികം നമ്മൾ ആഗ്രഹിക്കുന്ന യഹോവയുടെ മനോഹരത്വം കാണണം. ദൈവം ആഗ്രഹിക്കുന്നത് വിടുവിക്കപ്പെട്ട ജനത്തിൽ നിന്ന് ദൈവത്തിന് എന്ത് കൊടുക്കണം? ആരാധന കൊടുക്കണം. അതുകൊണ്ട് എവിടെ പോയാലും ഞാൻ ആദ്യം 2 വരി എല്ലാവരും എഴുന്നേൽപ്പിച്ച് നിർത്തി ആരാധിക്കും. ജോയ്ക്കുട്ടിക്ക് അറിയാമത്. എവിടെ പോയാലും
അത് ചെയ്യാതെ ഒരു ശുശ്രൂഷ മുമ്പോട്ട് പോലെ. കാരണം ദൈവം എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശമാണ്, നീ എൻ്റെ ജനത്തെ ആരാധിപ്പിച്ചിട്ടേ വചന ശുശ്രൂഷയിലേക്ക് പോകാം. സമയമൊക്കെ 8:30 എനിക്ക് തന്നിരിക്കുന്ന, കൃത്യം ദൈവം അനുവദിച്ചാൽ 8:30 തന്നെ നമുക്ക് വചന ശുശ്രൂഷയിൽ നിന്ന് ഞാൻ വായിക്ക് അദ്ദേഹത്തിൻ്റെ തിരികെ കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേൽക്കാം. അല്പസമയം നമ്മുടെ ദൈവത്തിന് ആരാധന കൊടുത്തിട്ട് വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചാട്ടെ. സൃഷ്ടികർത്താവായ ദൈവം, പരിപാലകനായ ദൈവം, വീണ്ടെടുപ്പുകാരനായ ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, നമ്മുടെ രോഗബന്ധനങ്ങളിൽ നിന്ന് സൗഖ്യം തരുന്ന ദൈവം, നമ്മളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പിഴവുകളൊക്കെ ക്ഷമിച്ച് നമ്മെ വഴി നടത്തുന്ന ദൈവം, ആ ദൈവത്തിന് നമ്മൾ ആരാധന കൊടുക്കും. ഞാൻ പുതിയ ഗാനങ്ങളൊന്നും പാടുന്നില്ല, ഏറ്റവും പഴയ ഒരു ആരാധനാ ഗാനമാണ് പാടുന്നത്. പാടുമ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് പാടണം. ദൈവ പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാവരും ചേർന്നൊന്ന് പാടിക്കേ. ദൈവ ഹല്ലേലൂയ അങ്ങേ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. യേശുവേ നാഥ, യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനും എൻ്റെ സർവ്വസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. പാവനാത്മാവേ പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എൻ്റെ ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ജീവനുമെന്റെ സർവ്വസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ദൈവം നമുക്ക് നൽകിയ 2 കരങ്ങളും ദൈവത്തിന് വേണ്ടി എത്രത്തോളം ഉയർത്താമോ അത്രത്തോളം ഉയർത്തിക്കൊണ്ടാണ് അടുത്ത കോറസ് നമ്മൾ പാടാൻ പോകുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ അന്തരീക്ഷത്തിൽ ചലിപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഹല്ലേലൂയ ഹല്ലേലൂയ
ചില വരികളിലൂടെ പാടിയിട്ട് നമുക്ക് ഇപ്പോഴത്തെ ആരാധന അവസാനിപ്പിക്കാം. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പാടി ദൈവത്തെ ആരാധിച്ചിരുന്ന ഒരു ആരാധന ഗാനമാണ് പാടാൻ പോകുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം, നമ്മൾ ആഗ്രഹിച്ചിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായവർ അല്ലേ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കണോ? നിങ്ങളോട് വചനം പങ്കുവെക്കുന്ന നിങ്ങളുടെ തോമസ് ഈപ്പൻ അങ്കിളും നിങ്ങളാരും നമ്മൾ ആഗ്രഹിച്ചിട്ട് ഈ ലോകത്തിൽ ഉണ്ടായവർ അല്ല. ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ സൃഷ്ടിച്ച വലിയവനായ ദൈവമേ നമ്മുടെ അപ്പച്ചമാരും അമ്മച്ചിമാരും പാടി ദൈവത്തെ ആരാധിച്ച ഗാനമാണ്. ഒന്ന് ചേർന്ന് നമുക്ക് പാടാം. ഒന്നുമില്ലായ്കയിൽ നിന്ന് കരമടിച്ചൊന്ന് പാടിക്കേ. നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. ഒന്നുമില്ലായ്മയിൽ നിന്നെ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. പിന്നെ കരമടിച്ചു പാടാം. വസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു, തിന്മകൾ സർവത്തിൽ നീ. നിൻ മഹാകൃപയ്ക്കായി എന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഹല്ലേലൂയ. നിൻ എന്നെ ഞാൻ സ്തുതിച്ചിടും. കരമടിച്ച് ഈ ലോകത്തിൽ വന്നേശു എന്നെ മാനൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പങ്കാൻ പാടുകൾ വീജമാരണവും. കരമുയർത്തേ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. ലോകത്തിൽ വന്നേശു എന്നെ മാലൊഴിപ്പാൻ സഹിച്ചു ബഹു പീഡകൾ സങ്കടങ്ങൾ പങ്കാൻ പാടുകൾ വീജമാരണവും. കരമുയർത്തേ. നിൻ മഹാകൃപയ്ക്കായി എന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. ഹല്ലേലൂയ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടും. പിന്നെ കരമടിച്ച് നാശമില്ലാത്തവകാശവും യേശുവിൻ ഭാഗ്യസന്നിധിയോ നീതിയിൽ വാടമൂടിയവും നിൻ മക്കൾക്കു സ്വർഗ്ഗലഭിക്കും. കരമുയർത്തി രണ്ട് കരവും. നിൻ മഹാകൃപയ്ക്കായി എന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. നിൻ മഹാകൃപയ്ക്കായി എന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നു. നമ്മെ കൃപയുടെ തണലിൽ വഴി നടത്തും ദൈവത്തിന്റെ കരങ്ങളെ ഉയർത്തിയ കരങ്ങൾ കൊണ്ട് 3 തവണ ഉറക്കെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇരുന്നാട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ ആരാധന ഇങ്ങനെ അങ്ങോട്ട് പോയാൽ നിർത്താൻ നമുക്ക് തോന്നിക്കില്ല. പക്ഷെ നമ്മുടെ സമയത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് വേഗം ഞാൻ വചനത്തിലേക്ക് പോവുകയാണ്.
നമ്മുടെ ഇന്നത്തെ ദൈവവചനത്തിൻ്റെ ടോപ്പിക്ക് ദൈവം തന്നത് ഞാൻ പറഞ്ഞു, എറ്റേണൽ ലൈഫ്, എവർലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ. അതാണ് നമ്മുടെ വിഷയം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം, കാരണം ഇനി അധിക സമയമില്ല ഇന്നത്തേക്ക്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ജീവൻ കൊടുത്താണ്. എന്നോട് ആവർത്തിക്കാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നിത്യജീവനോടുകൂടിയാണ്. അതായത് ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിന് മരണമില്ലാത്തതുപോലെ തന്നെ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനും ഒരിക്കലും മരിക്കാതെ എന്നും ദൈവത്തോട് ചേർന്നുള്ള നിരന്തരമായ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇത് പർപ്പസ് ഓഫ് ക്രിയേഷൻ, അത് വലിയ വിഷയമാണ്. ക്രിയേഷൻ്റെ ഒരു പർപ്പസ്, അതിലൊന്നാണ് ഞാൻ പറഞ്ഞ, ഒത്തിരി പർപ്പസ് ഉണ്ട്. അതിലെ ഒരു പർപ്പസ് ഒന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഫോർ ഹാവിങ് ദ കണ്ടിന്യൂവസ് ഫെലോഷിപ്പ് വിത്ത് ദ മൈറ്റി ലോർഡ്, ദി എവർലാസ്റ്റിംഗ് ഫെലോഷിപ്പ് വിത്ത് ദ മൈറ്റി ലോർഡ്. ദൈവത്തോട് ചേർന്നുള്ള നിരന്തരമായ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം മനുഷ്യനെ എന്ത് ചെയ്തത്. നിങ്ങൾ എന്നോട് ചേർന്ന് പറ. അല്ലെങ്കിൽ നമ്മൾ ഈ പ്രസംഗം കേട്ടിരിക്കുന്നത് നിങ്ങളോടൊന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഇനി അതിനകത്ത് ഞാനൊരു അനക്സ് പറയാം. നമ്മുടെ ഇപ്പോൾ 24 മണിക്കൂർ ദൈവം തരുന്നെങ്കിൽ എത്ര നേരം ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കും, എത്ര നേരം സോഷ്യൽ മീഡിയയിലായിരിക്കും? നമ്മൾ കൂട്ടായ്മക്കാരാ, രക്ഷിക്കപ്പെട്ടവരാണ്, ദൈവഭാഗത്തു നിന്ന് അഭിമാനിക്കുന്നവരാണ്. പക്ഷേ ഇതിൽ നിന്ന് കൈയെടുക്കാൻ എന്തെങ്കിലും കൊണ്ട് സൂത്രാണി. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഒന്നി കൈയെടുക്കില്ല, അല്ലെ കണ്ണെടുക്കില്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചതെന്ന് പറഞ്ഞ് എല്ലാവരും ഒന്ന് പറഞ്ഞ് ആരോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി? ദൈവത്തോട്. അത് നമ്മൾ തീരുമാനം എടുക്കണം. കർത്താവേ, നിൻ്റെ കൂട്ടായ്മ ഇതൊന്നും നോക്കണ്ടെന്ന് ഞാൻ പറയില്ല, ടി വി കാണണ്ടെന്ന് ഞാൻ പഠിപ്പിക്കുന്ന ആളല്ല, മൊബൈൽ ഉപയോഗിക്കരുതെന്ന് ഞാൻ പഠിപ്പിക്കത്തേ ഇല്ല. പക്ഷേ നിങ്ങൾ ടി വിയിലായാലും കമ്പ്യൂട്ടറിലായാലും മൊബൈലിലായാലും ലാപ്ടോപ്പിലായാലും നോട്ട്ബുക്കിലായാലും നിങ്ങൾ കയറുന്ന സൈറ്റ് ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. അല്ലെങ്കിൽ കൂട്ടായ്മ അങ്ങ് പോകും. കൂട്ടായ്മ പോയാൽ വരുന്ന ദുരന്തമൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ദൈവിക കൂട്ടായ്മ എവിടെ മുടങ്ങുന്നോ അവിടെ പിശാച് കയറും. പിശാച് കയറിയാൽ അവൻ ചെയ്യുന്നത് മോഷ്ടിക്കുകയും അറുക്കുകയും മുടിക്കുകയും. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കണേ. നമ്മുടെ ഈ 15 മിനിറ്റ് കൊണ്ട് എവിടെ പഠിക്കാൻ പറ്റും. തിരിച്ചു വരാം. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് അവൻ്റെ മൂക്കിലൂതി തൻ്റെ ജീവനെ അങ്ങോട്ട് കൊടുത്തു. അപ്പോഴാണ് പറയുന്നത് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ഏദൻ തോട്ടത്തിലെ മനുഷ്യൻ എന്തുണ്ടായിരുന്നു? ജീവൻ. ആരുടെ ജീവൻ? ദൈവത്തിന്. ഈ ദൈവത്തിൻ്റെ ജീവനാ നിത്യജീവൻ എന്ന് പറയുന്നു. ദൈവത്തിന് നമ്മളെല്ലാം ചെറിയൊരു അസുഖം വന്നാൽ മതി, ഉടനെ മരുന്ന് കഴിക്കും. എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്? നിങ്ങളുടെ അങ്കിൾ എന്തിനാണ് മരുന്ന് കഴിക്കുന്നത്? ജീവൻ നിലനിർത്താൻ ആണോ അല്ലയോ? ആശുപത്രിയിൽ പോകുന്നത് എന്തിനാ? ഒന്ന് പറയുന്നേ. എൻ്റെ സഹോദരി കുഞ്ഞുങ്ങളെ മക്കൾ എന്തിനാണ് ഡോക്ടറെ കാണാൻ പോകുന്നത്? ജീവൻ എത്ര നേരം നിർത്തും? ഞങ്ങളുടെ പള്ളിയിൽ എൻ്റെ ചേർച്ചിൽ 106 വയസ്സുള്ള അപ്പച്ചനുണ്ട്. 106 വയസ്സുണ്ട് അപ്പച്ചൻ. അപ്പച്ചൻ ഇനി എത്ര കാലം ഉണ്ടെന്ന് നമുക്ക് ആർക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ ഇവിടുത്തെ ഈ ജീവൻ എന്ന് പറയുന്ന എല്ലാം താൽക്കാലികമാണ്. ദൈവത്തിൻ്റെ ജീവൻ എവർലാസ്റ്റിംഗ് നിത്യജീവൻ. ഞാൻ പറഞ്ഞ ദൈവത്തിന് മരണമില്ലാത്തതുപോലെ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനും ഒരിക്കലും മരിക്കാതിരിക്കാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പർപ്പസിൻ്റെ 2 ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഒന്നാമത് ഞാൻ പറഞ്ഞു ആരോടുള്ള ഫെലോഷിപ്പ് പറഞ്ഞു, വേഗം പറഞ്ഞു. 2, ദൈവത്തിന് മരണമില്ല. ഉണ്ടോ? ദൈവത്തിന് മരണമുണ്ടോ? ഇല്ല. ആ ദൈവത്തിൻ്റെ ആഗ്രഹം ദൈവത്തിന് മരണമില്ലാത്തതുപോലെ തന്നെ തൻ്റെ സൃഷ്ടിയായ മനുഷ്യനും ഒരിക്കലും മരിക്കരുതെന്ന് ആരാഗ്രഹിച്ചു? എന്നിട്ട് അവരെ ഏദൻ തോട്ടത്തിൽ കൊണ്ടാക്കിയെന്നല്ലേ വേദപുസ്തകത്തിൽ പറയുന്നത്? ആണോ അല്ലയോ? ആക്കിയിട്ട് ദൈവം 2 ജോലി പെട്ടെന്ന് പഠിക്കാൻ പോവാ. 2 വേറെ അധികം ജോലിയൊന്നും കൊടുത്തില്ല. 2 ജോലി മാത്രമേ ദൈവം കൊടുത്തുള്ളൂ. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി. വായിച്ചാട്ടെ. ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. അതെന്താ വായിച്ചിട്ട് ഒരു ശക്തി ഇല്ലാതായി പോലെ? കഴിഞ്ഞ തവണത്തെ പോലെ ശക്തി വന്നില്ലല്ലോ. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെയാക്കി. ശ്രദ്ധയോടെ കേൾക്കണേ. ദൈവം മനുഷ്യനോട് പറഞ്ഞു നീ വേല ചെയ്യണം. ഇപ്പോൾ ഒരുപാട് ആളുകൾ, ഒത്തിരി ദൈവശാസ്ത്രജ്ഞന്മാരുണ്ട്, നമുക്കറിയാം.
ഒരുപാട് ആളുകൾ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ വ്യാഖ്യാനം ഞാനൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്, വായിക്കും, പുസ്തകം വായിക്കും. പക്ഷേ ദൈവം എനിക്ക് റിവീൽ ചെയ്യുന്നതാണ് എപ്പോഴും ഞാൻ പ്രസംഗിക്കുന്നത്. ആളുകളൊക്കെ പറയുന്നതും എഴുതുന്നതും ഒക്കെ ഞാനും വായിക്കുന്ന ആളാണ്. ദൈവം എൻ്റെ ഉള്ളിൽ റിവീൽ ചെയ്തത്, ആളുകൾ നല്ല പങ്കും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞ് നീ മടിയനാവരുത്, പിന്നെ എന്ത് ചെയ്തോണം, വേല ചെയ്തോണം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എഫോർട്ടിനെ പറ്റി എല്ലാവരും പറയും. ശരിയാ, അത് നമ്മൾ മടിയന്മാരാവരുത്, നമ്മൾ എന്ത് ചെയ്യണം, കഠിനമായി അധ്വാനിക്കണം, അധ്വാനിച്ച് നമ്മൾ ജീവിത വിജയം കരസ്ഥമാക്കണം, തീർച്ചയാണ്. പക്ഷേ എൻ്റെ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ശാരീരികമായ അധ്വാനം അല്ല ദൈവം പറഞ്ഞു. തോട്ടത്തിലെ വേല ശാരീരികമായത് അല്ലേ? അല്ലെന്ന് ഞാൻ തെളിയിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴാ ശരീരം കൊണ്ട് ജോലി വന്നെന്നറിയാവും. ഉൽപ്പത്തി പുസ്തകം എടുത്തേ, 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. മനുഷ്യന് ശരീരം കൊണ്ടുള്ള ജോലി ചെയ്യേണ്ടി വന്നത് എപ്പോഴാണെന്ന് അവിടെ പറയുന്നുണ്ട്. ഒന്നുകൊണ്ട് എന്ത് മൈക്കെന്തി എല്ലാവർക്കും കേൾക്കണം. അത് മനുഷ്യനോട് കൽപ്പിച്ചതോ നീ നിന്റെ ഭാര്യയുടെ വാക്കനുസരിക്കുകയും ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി. അങ്ങനെ കഷ്ടത വന്നത് ദൈവം ഒരിക്കലും ആഗ്രഹിച്ചതല്ല തന്റെ സൃഷ്ടി കഷ്ടപ്പെടാൻ. ഹലോ, എല്ലാവരും എന്നെ നോക്കി. നമ്മുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടാൻ നമുക്കിഷ്ടമാണോ? ഒന്ന് തലയിലും കുലുക്കുന്നേ. അപ്പോൾ പിന്നെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിച്ചോ നമ്മൾ കഷ്ടപ്പെടാൻ? പിന്നെ എന്താ കുഴപ്പം പറ്റിയേ? എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ദൈവം പറഞ്ഞു, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നിന്റെ നിമിത്തം ഈ ഭൂമി എന്ത് ചെയ്തിരിക്കുന്നു, ഇനിയും തൊട്ട് നീ കഷ്ടതയോടെ. അങ്ങനെയാണ് ഭൂമിയിൽ എന്തു വന്നത്? കഷ്ടത ആരംഭിച്ചത് അങ്ങനെയാണ്. ഇനിയും കഷ്ടതയില്ലാത്തൊരു കാലത്തിലേക്ക് കർത്താവ് വന്ന് നമ്മളെ എന്ത് ചെയ്യാൻ പോവുക? എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ കർത്താവിൻ്റെ വരവ് പറയും. അതവിടെ നിന്നോട്ടെ. കർത്താവ് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കഷ്ടതയില്ലാത്ത ഒരു നാട്ടിലേക്കാണ്. അത് നിന്നോട്ടെ. കഷ്ടത തീർന്നില്ല, ഇനി ശാരീരിക അധ്വാനം വരുന്നു. വായിച്ച അടുത്ത വാക്യം. ഇനി നോക്കി, ഇനി നീ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കും, മുള്ളും പറക്കാരി അതിൽ നിന്ന് മുളയ്ക്കും, വയലിലെ സസ്യം നിനക്ക് ആഹാരമായിരിക്കും, നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളൂ, മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. എല്ലാവരും കണ്ട് കേട്ടോ പറയുന്നത്? ദൈവം മനുഷ്യനോട് പറഞ്ഞു, മനുഷ്യ, ഞാൻ പറഞ്ഞത് കേൾക്കാതെ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്നതുകൊണ്ട് നിന്റെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും തൊട്ട് നീ കഷ്ടതയോടെ അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരിയും ഭൂമിയിൽ നിന്ന് മുളയ്ക്കാൻ കാര്യം അതാ. അതിൽ നിന്ന് മുളയ്ക്കും. നെറ്റിയിൽ നിന്ന് എന്തൊഴുകും? എല്ലാവരും അങ്ങളിൽ നിന്ന് നോക്കിയ, നെറ്റിയിൽ നിന്ന് എന്തൊഴുകും? നെറ്റിയിൽ നിന്ന് വിയർപ്പ് ചാലുകൾ ഒഴുകുന്ന ശാരീരിക അധ്വാനം മനുഷ്യന് ചെയ്യേണ്ടി വന്നത് എപ്പോഴായിരുന്നു? പാപം ചെയ്തു കഴിഞ്ഞ പിന്നെ. അതിനു മുമ്പുള്ള മനുഷ്യൻ്റെ ശരീരം നമ്മുടെ ഇപ്പോഴത്തെ ശരീരമായിരുന്നില്ല. ഹലോ, ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങളുടെ തോമസ് പിന്നങ്ങൾ രാവിലെ വലിച്ചു കയറ്റിയ പാൻറ്റും ഷർട്ടുമാണ്. അദ്ദേഹം എൻ്റെ രാജു ബ്രദറും അദ്ദേഹം നല്ല ഒന്നാം തരം ജൂബ് ഇന്ത്യ മുണ്ടും ധരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാം വസ്ത്രം ധരിച്ചായിരിക്കുന്നു. ആണോ അല്ലയോ? വസ്ത്രം ധരിക്കാത്ത എനിക്ക് തോന്നുന്നു ഭോപ്പാൽ ന്യൂ ടൗണിലായി വസ്ത്രം ധരിക്കാത്ത കുറേ പേരെ ഞാൻ കണ്ടായിരുന്നു. അതിന് കാരണമൊന്നും ഞാൻ പറയുന്നില്ല. അവരൊക്കെ നിർവ്വാണം പ്രാപിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസ സംഹിതയുടെ ആൾക്കാരാണ്. നമ്മളെല്ലാവരും വസ്ത്രം ധരിക്കുന്നു. പക്ഷേ വേദപുസ്തകത്തിലെ ദൈവം സൃഷ്ടിച്ച മനുഷ്യന് വസ്ത്രം ഉണ്ടായിരുന്നില്ല. വായിക്കാം, ശരിയാണോ എന്ന് ഞാൻ ഈ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അവസാനത്തെ വാക്യം ഓടിച്ചൊന്ന് വായിച്ചു തന്നേ. ഞാൻ ഈ പറയുന്നത് സത്യമാണോ? വേദപുസ്തകത്തിലുണ്ടോ? മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല. എന്താ കാര്യം? ശ്രദ്ധയോടെ കേട്ടാട്ടെ. ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട് തൻ്റെ തേജസ്സിൻ്റെ പുതപ്പ് അവനെ എന്ത് ചെയ്തു? ഇട്ടു. അപ്പോൾ ഏദൻ തോട്ടത്തിലെ മനുഷ്യൻ എങ്ങനെയുള്ള ശരീരമായിരുന്നു? ഗ്ലോറിഫൈഡ് ബോഡി. ഉറക്കെന്ന് പറഞ്ഞ് തേജസ്കരിക്കപ്പെട്ട ശരീരം. ആ ശരീരത്തിന് ദൈവം കൊടുത്തത് ഇവിടുത്തെ ഈ ജോലിയൊന്നുമല്ല. ഇവിടെ പാട്ട് നമ്മൾ വന്ന് 2 പാട്ട് ഇവിടെ പാടി വിശുദ്ധിയെ തികച്ച് ഞാൻ ഒരുങ്ങി നിൽക്കാം. ഇല്ലേ മക്കളെ? കർത്താവിൻ്റെ വരവിനെയുള്ള വലിയ ആഹ്വാനമാണ്. പിന്നെ പാടി ലോകേ ഞാനൻ. ഇതെല്ലാം നമ്മുടെ പ്രത്യാശയുടെ ഗാനമാണ്. കർത്താവ് വരുമ്പോൾ ഞാനും പോകുമെന്ന് ഉറപ്പുള്ളവർ കൈയൊന്ന് ഉയർത്തുമോ? എൻ്റെ യേശു വരുമ്പോൾ ഞാനും പോകുമെന്ന്. ശരി, നമ്മളെല്ലാം ഇവിടെ ചെന്നു. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ, ബാക്കി നിങ്ങൾ പറയാം, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട്
പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക്, നമ്മളങ്ങ് ചെല്ലുമ്പോൾ ശരീരം ഏതാകുമെന്ന് അറിയാവോ? ഏതെൻ തോട്ടത്തിലെ മനുഷ്യൻ്റെ ശരീരത്തിനൊക്കെ അപ്പുറം ഉയർത്തെഴുന്നേറ്റ്. നിങ്ങൾ വാക്യം നോട്ട് ചെയ്തോളൂ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. ഉയർത്തെഴുന്നേറ്റ് വായിക്കാമെങ്കിൽ വേഗം വായിച്ചു തരണം. ഫിലിപ്പ് ലേഖനം 3:21. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് നമ്മുടെ ശരീരം എന്ത് ചെയ്യും? അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ രോഗം പിടിച്ച ശരീരം, വേദനയുള്ള ശരീരം, നേരെ നിൽക്കാൻ വയ്യാത്ത, ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് പ്രായമാകും തോറും ഒക്കെ ഓരോ പ്രയാസങ്ങളൊക്കെ വരും. തന്റെ മഹത്വമുള്ള ശരീരത്തോട് നമ്മളെല്ലാം പിതാവിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഏതായി തീരും പറഞ്ഞേ. അപ്പോൾ അവിടെ ചെന്ന എന്തോ ജോലി ചെയ്യും? രാവിലെ തേങ്ങ പറക്കാൻ പോവോ? പിന്നെന്തോ വാഴക്കൊല വെട്ടിക്കൊണ്ടുവരുമോ? അവിടെ ചെന്നാൽ ഒറ്റ ജോലിയേ ഉള്ളൂ. പറഞ്ഞ എല്ലാവരും പറ. എല്ലാവരും എന്നോട് പറഞ്ഞു, അവിടെ ചെന്നാൽ ഒരേ ഒരു ജോലിയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനോട് പറഞ്ഞു, നിന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാനാണ്. മനസ്സിലായോ വാക്യത്തിൻ്റെ അർത്ഥം? തോട്ടത്തിലെ വേല ശാരീരികമായ അധ്വാനമാണെന്ന് എൻ്റെ വേദപുസ്തകത്തിൽ ഇല്ലേ? ശാരീരികമായ ജോലി ചെയ്യേണ്ടി വന്നത് പാപം ചെയ്തു കഴിഞ്ഞ പിന്നാണ്. പാപം ചെയ്യുന്നതിന് മുമ്പ് അവന് കൊടുത്തത് എപ്പോഴും ദൈവത്തെ എന്ത് ചെയ്യണം? അതാണ് 34-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും അവൻ്റെ സ്തുതി. അല്ല, ഞാൻ ചോദിക്കും, നമ്മളെല്ലാവരും കൂട്ടായ്മക്കാരല്ലേ? അന്ന് തല കുലുക്കാത്ത അല്ലേ? നമ്മൾ തമ്മിൽ ആദ്യം കണ്ട ഗുഡ് മോർണിംഗ് ആണോ, ഗുഡ് ആഫ്റ്റർനൂൺ ആണോ, പ്രൈസ് ദി ലോർഡ് ആണോ പറയുന്നത്? ആണോ? ഇന്നടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചൊരു പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു, ഞാനൊന്ന് കാണട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും. അപ്പം നമ്മുടെ വീടുകൾ എന്തായിരിക്കണം? ആരാധനാലയങ്ങൾ. എല്ലാവരും ഒന്ന് പറഞ്ഞ്, വീടുകൾ എന്താവണം? എൻ്റെ സജിയച്ചൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? 1 കൊരിന്തി 3:16 1 കൊരിന്തി വായിക്കണം മോളെ. 1 കൊരിന്തി 6:19 അച്ഛനാ പറഞ്ഞതിൻ്റെ ഇടയിൽ കൊണ്ടെന്ന് പറഞ്ഞോ. അതായത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? 6:19 പറയുന്നു, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങളാരും താന്താങ്ങൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലേ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ പറ. നിങ്ങളെല്ലാവരും ദൈവത്തെ എന്ത് ചെയ്യാൻ? ഇപ്പോൾ വീട്ടിൽ അപ്പനും അമ്മയും മക്കളും കുത്തിയിരുന്ന് ദൈവത്തെ എന്ത് ചെയ്യണം? നമുക്ക് പറ്റിയ കുഴപ്പം, നമ്മളൊക്കെ പ്രാർത്ഥനക്കാരാണ്. തീർച്ചയായിട്ടും പ്രാർത്ഥന വേണം 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 വേണം. ഞാനും പ്രാർത്ഥന വളരെയധികം നിർബന്ധമായ ആളുകളോട് പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ദൈവത്തിന് പ്രാർത്ഥനയേക്കാൾ ഇഷ്ടം ആരാധനയാണ്. ഹലോ, ഞാൻ പറയുന്ന വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് വേഗം മുമ്പോട്ട് പോകാം. ദൈവം ഏദൻ തോട്ടത്തിൽ കൊടുത്ത 1-ാമത്തെ ജോലി, ദൈവത്തെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. സമ്മതിച്ചല്ലോ? അത് വീട്ടിൽ ഇനിയും അപ്പനും അമ്മയും മക്കളും കൂടി ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമല്ലോ. ഇനി 2, തോട്ടത്തിൽ അടുത്ത ജോലി കൊടുത്തത്, നീ തോട്ടം എന്ത് ചെയ്യണം? കാക്കണം. 2-ാമത് കൊടുത്ത ജോലി അതാ. അതായത്, യു ഹാവ് ടു പ്രൊട്ടക്ട് ദിസ് ഗാർഡൻ. നീ ഈ തോട്ടം കാക്കണം. ഇതിനെപ്പറ്റി ആളുകൾ വ്യാഖ്യാനിച്ച് അതെന്താണെന്ന് വെച്ചാൽ പ്രകൃതി സംരക്ഷണമാക്കി അങ്ങ് തീർത്തു. നമ്മളുടെ ഇപ്പോഴത്തെ തിയോളജിയിൽ നമ്മൾ വരുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയ കോളത്തിൽ വരുമ്പോൾ, എക്കോളജി, പ്രകൃതിയെ സംരക്ഷിക്കേണ്ടെന്ന് ഒരിക്കലും ഞാൻ പഠിപ്പിക്കുന്ന ഒരാളല്ല. നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നതൊക്കെ. പക്ഷേ ഇവിടെ പ്രകൃതി സംരക്ഷണമൊന്നുമല്ല ദൈവം പറഞ്ഞത്. ദൈവം മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ എതിരാളി ഈ തോട്ടത്തിൽ കയറാൻ വരുള്ളൂ. എൻ്റെ എതിരാളി, അവൻ കയറാതെ തോട്ടം നീ എന്ത് ചെയ്തോണം? 2 ജോലി. എന്താ എതിരാളി? ദൈവത്തിൻ്റെ എതിരാളി അറിയാം മക്കളെ? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? ഹൂ ഈസ് ദ ഓപ്പണന്റ് ടു ഗോഡ്? ദൈവത്തിൻ്റെ എതിരാളി ആരാണ്? സൈറ്റൻ, സാത്താൻ. അവൻ എന്തോ ചെയ്യുന്നത്? മോഷ്ടിക്കും. എന്തൊക്കെയാണ് മോഷ്ടിക്കുന്നത്? വേഗം എഴുതിയോ നിങ്ങൾ? സാത്താൻ മോഷ്ടിക്കുന്ന ആദ്യത്തെ മോഷണം സമാധാനം. മനുഷ്യന് സമാധാനമില്ലോ, കുടുംബങ്ങളിൽ സമാധാനമില്ല, സഭാതലങ്ങളിൽ സമാധാനമില്ല. അച്ഛൻ പറഞ്ഞല്ലോ, സജിയച്ഛൻ പറഞ്ഞല്ലോ, ആത്മീയ രംഗത്തെ ഓരോ കിട്ടിയ സമയം കൊണ്ട് അച്ഛൻ മാക്സിമം നമുക്ക് പറയാവുന്നതാണ് പറഞ്ഞു തന്നത്. ആ രാജ്യതലങ്ങളിൽ എന്തില്ല? സമാധാനമില്ല. അന്തർദേശീയ തലങ്ങളിൽ എന്തില്ല? ആരാ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നേ? പക്ഷേ 1-ാമത് മോഷ്ടിക്കുന്നത് അതാണ് സമാധാനം. 2-ാമത് അവൻ നമ്മുടെ സമ്പത്ത് മോഷ്ടിച്ചുകൊണ്ട് പോകും.
എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പോൾ കണ്ണിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ്. ആശുപത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല. എന്നോട് പറഞ്ഞു, തോമസിപ്പനങ്ങളെ എനിക്ക് ഇത്ര ഇഞ്ചക്ഷൻ വേണം, കണ്ണിൻ്റെ ഐ പവർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇഞ്ചക്ഷന് 56,000 ആണ് ഒരു ഇഞ്ചക്ഷൻ. അപ്പോൾ അതിൻ്റെ നമ്പർ എന്നോട് പറഞ്ഞു. ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാൽ ഇവിടെ കാലിൻ്റെ ആർട്ടിഫിഷ്യൽ വെച്ചിൻ്റെ ഇതിൻ്റെ റേറ്റ് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഈ നമുക്കിപ്പോൾ എത്ര പണമുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം കേടുവന്നാൽ മതി, ബാക്കിയൊന്ന് പറഞ്ഞേ, ഉണ്ടാക്കിയതെല്ലാം ഒന്നീ ആശുപത്രി തിന്നും, അല്ലെങ്കിൽ ഡോക്ടർമാർ തിന്നും, അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പുകാരൻ. പറ നിങ്ങൾ എന്നോട്, ആരാ മോഷ്ടിക്കുന്നത്? പിശാച്. പിശാച് മോഷ്ടിച്ചുകൊണ്ട് പോകും. സമാധാനം മോഷ്ടിക്കും, സമ്പത്ത് മോഷ്ടിക്കും. അറക്കുക, വേഗം വേഗം പോകുക. ഒന്ന് അവൻ മോഷ്ടിക്കും. എന്തൊക്കെയാ മക്കളെ, മറക്കല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും സമാധാനമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാച് നിങ്ങളുടെ അകത്തുണ്ട്. ദൈവമുള്ളവൻ എന്താണ് ഇവിടെ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞത് ആദ്യം രക്ഷിക്കപ്പെട്ടവൻ്റെ ഉള്ളിൽ നിന്ന് സ്നേഹനദി ഒഴുകാൻ തുടങ്ങും. ആദ്യം അച്ഛൻ അതാ നമ്മൾ പറഞ്ഞു, സ്നേഹമുള്ളവൻ്റെ മുഖത്തെപ്പോഴും എന്ത് കാണും? സന്തോഷം. എന്നൊക്കെ പറഞ്ഞേ, പറ നിങ്ങൾ എന്നോടൊന്ന്, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു, ഒന്നുകൂടെ പറഞ്ഞേ, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരൂ. നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ the fullness of joy is there in the presence of God. ദൈവം തരുന്ന സന്തോഷത്തേക്കാൾ വലിയ സന്തോഷമൊന്നും ലോകത്തിൽ, പക്ഷേ നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിയത്തുമില്ല. അറിയാവുന്നവർക്കൊട്ട് വേണ്ടതാണ്. തിരിച്ച് നമുക്ക് വരാം, സമയം എത്രയായി, വേഗം നമുക്ക് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഏദൻ തോട്ടത്തിൽ ദൈവം 2 ജോലി കൊടുത്തു. ഈ മോഷ്ടിക്കുന്ന കാര്യം പറഞ്ഞു, അറക്കുന്ന കാര്യത്തിലേക്ക് വരാം. ഇവൻ അറുത്ത് കളയുന്നത് ബന്ധങ്ങൾ അറുത്ത് കളയും. ഇവൻ അറക്കുന്നതാണ് ബന്ധങ്ങൾ. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കുടുംബ ബന്ധങ്ങളൊക്കെ ഓരോ ദിവസം കഴിയുന്തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇല്ലാതാവുക. അറക്കുന്നത് നമ്മൾ ഞാൻ വ്യാഖ്യാനിക്കുന്ന എനിക്ക് നേരമില്ല. രണ്ടാമത് ഇവൻ അറക്കുന്നത് നമ്മുടെ ആരോഗ്യം അറുത്ത് കളയും. കൊച്ചു പിള്ളേർക്കൊക്കെ ഇപ്പോൾ 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. എന്താണെന്നറിയാമോ രാജു? എന്നറിയാമോ? ഡയബറ്റീസാണ്. 3 വയസ്സേ ഉള്ളൂ കുഞ്ഞിന്, ഭയങ്കര പഞ്ചസാരയുടെ അസുഖം. ആളുകളൊക്കെ രോഗികളായി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അറുത്തുകളെ, ആരോഗ്യം അറുത്തുകളെ മുടിക്കുക. അത് ഞാൻ പറയണ്ടായല്ലോ. ദൈവമില്ലാതെ പോകുന്നവനെ പിശാച് എന്ത് ചെയ്യും? അതായത് പിശാചിൻ്റെ അൾട്ടിമേറ്റ് അവൻ്റെ എയിം എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. അതാണ് പിശാചിൻ്റെ ആത്യന്തിക ലക്ഷ്യം, ദൈവത്തിൻ്റെ സൃഷ്ടിയെ നശിപ്പിക്കുക. സമയമായി, വേഗം നമുക്ക് നിർത്താം. ഏദൻ തോട്ടത്തിൽ ദൈവം 2 ജോലി കൊടുത്തു, മറക്കല്ലേ. ഒന്ന്, ദൈവത്തെ എപ്പോഴും എന്ത് ചെയ്യണം? അപ്പം നമ്മുടെ വീടുകളിൽ ആരാധന ഉയർന്നാൽ എല്ലാവരും ഒന്ന് പറഞ്ഞ റാന്നി ഈ പ്രദേശം എനിക്ക് അത്രയൊന്നും അന്യമൊന്നുമല്ല. കാരണം എൻ്റെ അനുജൻ കുര്യൻ തോമസ് എന്ന് പറയുന്ന അച്ഛൻ ഈ പള്ളിയിലെ വികാരിയായിരുന്നു. അന്ന് ഞങ്ങൾ അവധിക്ക് വരുമ്പോൾ ഇവിടെ വരും. വന്നു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ താമസിച്ചിട്ട് പിന്നെ പോകുന്നതൊക്കെ. അതുകൊണ്ട് അത്ര അന്യമൊന്നുമല്ല. ഞാൻ നിങ്ങളോട് പറയാം, നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ അന്ന് അവരൊന്നും കോൺക്രീറ്റ് സൗധങ്ങളിലല്ല താമസിച്ചത്. ആണോ? അല്ല. അവരുടെ അന്നത്തെ മൺകൂടാരങ്ങളിലിരുന്ന് സന്ധ്യയാകുമ്പോൾ മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വെച്ച് കർത്താവിന് സ്തുതിയും സ്തോത്രവും പറഞ്ഞു നിങ്ങൾ എന്നോട്. പക്ഷേ ഇന്ന് നമ്മുടെ വീടുകളെല്ലാം രമ്യഹർമ്മങ്ങളായി മാറി, സുഖസൗകര്യങ്ങൾ വർദ്ധിച്ചു. നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയും ആരാധനയും എന്ത് ചെയ്തു പോയി? മുടങ്ങിപ്പോയി. ആര് കയറി? ആരാധനയും പ്രാർത്ഥനയും ഇല്ലാത്തിടത്ത് പിശാച് കയറും. വേഗം നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ദൈവം 2 ജോലി കൊടുത്തു. ഒരു കൽപ്പനയോടെ പറഞ്ഞിട്ട് വേഗം ഞാൻ നിത്യജീവങ്ങളിലേക്ക് വരാം. ഒരേ ഒരു കൽപ്പനയെ ദൈവം കൊടുത്തുള്ളൂ, ഒറ്റ കൽപ്പന. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാമത്തെ വാക്യം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, തോട്ടത്തിൽ നിൽക്കുന്ന എല്ലാ വൃക്ഷങ്ങളുടെ ഫലവും നിനക്ക് തിന്നാം, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ എന്ത് ചെയ്യരുത്. ഒറ്റ കൽപ്പനയാണ്, വേറെ ഒന്നും വേണ്ട. എന്താ അതിൻ്റെ അർത്ഥമെന്നറിയാവും? നമ്മൾ പറയും പിന്നെ നന്മയും തിന്മയും നമ്മൾ അറിയണ്ടേന്നൊക്കെ നമ്മൾ ചോദിക്കും. ഞാനതിൻ്റെ അർത്ഥം വളരെ കാരണം ഈ രാജു ബ്രദർ എന്നെ നോക്കുന്ന 8:30 അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഈ ദൈവം ആഗ്രഹിക്കുന്നത്, മൂന്നാമത്തെ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ മൂന്നാമത്തെ ദൈവാധിപത്യത്തിൽ ജീവിക്കണം. ദൈവാധിപത്യം, അതിനാണ് ഈ തിയോക്രസി എന്ന് പറയുന്നത്. തിയോക്രസി എന്ന തിയോളജിയൊക്കെ വന്നേ. ഇപ്പം എന്തുവാ ദൈവാധിപത്യം എന്ന് പറയുന്നത്? അറിയാമോ? ദൈവാധിപത്യം എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം. ദൈവം ഒരു കാര്യം അച്ഛനോട് ദൈവം പറഞ്ഞു ചെയ്യാൻ, അതുകൊണ്ട് അച്ഛൻ ചെയ്തേ. ലോകത്തിൽ ആരെന്തെന്ന് പറഞ്ഞാലും എന്നോട് ദൈവം, ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം. 1992 ഫെബ്രുവരി മാസം 26-ാം തീയതി ബഹ്റൈൻ CSI സഭയുടെ കൺവെൻഷൻ നടക്കുക. പ്രസംഗിക്കാൻ വന്നത് കാശ്മീർ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പിൻ്റെ ഡയറക്ടർ PM തോമസ് എന്ന് പറയുന്ന വലിയ ദൈവദാസൻ. അദ്ദേഹം പറഞ്ഞു, നശിച്ചു പോകുന്ന ജനത്തിനു വേണ്ടി മതിൽ കെട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു പുരുഷനെ അന്വേഷിക്കുന്നുണ്ട്. ആ പുരുഷൻ ഇവിടെ ഇരിപ്പുണ്ട്, എഴുന്നേക്കാൻ പറഞ്ഞു. ദൈവം എന്നോട് പറഞ്ഞു, നിന്നെയോടാ
ഐ ആം സെർച്ചിങ് ഫോർ യു. നീ എഴുന്നേക്കാൻ. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്ക് വീടില്ല, എൻ്റെ മൂത്ത മകൻ 10 പഠിക്കുന്നേ ഉള്ളൂ, രണ്ടാമത്തെ മകൻ 3 പഠിക്കുന്നേ ഉള്ളൂ, ഞാനിപ്പോൾ ജോലി രാജിവെച്ചു പോയാൽ എന്തോ ചെയ്യും? എൻ്റെ നന്മ. ദൈവം പറഞ്ഞു, ഞാനല്ലോടാ വിളിക്കുന്നത്, നിനക്ക് വീടില്ല, ഞാൻ വീട് തരാം, നിന്റെ കുഞ്ഞുങ്ങൾ നിൻ്റേതല്ലോ, എൻ്റെതാ, ഞാൻ അവരുടെ കാര്യം നോക്കിക്കോളാം. ദൈവം പറഞ്ഞ നന്മ ഞാൻ അങ്ങ് അനുസരിച്ചു, എഴുന്നേറ്റ് നിന്നു. എൻ്റെ 47-ാമത്തെ വയസ്സിൽ, അല്ല ഞാൻ പ്രായമായപ്പോഴൊന്നുമല്ല ജോലി രാജിവെച്ച്, 47-ാമത്തെ വയസ്സ് ജോലി രാജിവെച്ചു. ഇപ്പോൾ 30 വർഷം പിന്നിട്ടു, 77 കഴിഞ്ഞ് 78 കയറാൻ പോവാ. ഇത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരൊന്നും ആവല്ലോ, ഇവിടുത്തെ ലോക നേതാക്കന്മാരൊന്നും ആവരുത്. ആരാവണം നിയന്ത്രിക്കേണ്ടത്? ദൈവം. ഉറക്കെന്ന് പറഞ്ഞാൽ ആരാണ് നിയന്ത്രിക്കേണ്ടത്? ഇതാണ് ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് നിനക്ക് വേണ്ടതോ എന്ന് പറഞ്ഞത്. അതായത് ഒരു രാത്രി മുഴുവൻ വ്യാഖ്യാനിച്ച് തീരത്തില്ല ആ വാക്യം. അവിടെ വേഗം പോകാം, 8:30 അന്ന് മനുഷ്യനോട് ഇത്രയും പറഞ്ഞ് 2 ജോലിയും 1 കൽപ്പനയും കൊടുത്തു. ഇതാണ് ഇവർ തെറ്റിച്ചത്. നമ്മൾ ഈ പാപമെന്ന് പറയുന്നതിനെ ഞാൻ ഒന്ന് തൊട്ടൊന്നുണർത്തിയതാണ്. എന്താണ് പാപം? ദൈവം ചെയ്യണമെന്ന് പറഞ്ഞ കാര്യം ബാക്കി നിങ്ങൾ പറഞ്ഞേ, ചെയ്യാതിരിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യുകയും ചെയ്തപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത നിത്യജീവൻ അവർക്ക് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് മനുഷ്യൻ എന്തോ പറ്റത്? നിത്യജീവൻ നഷ്ടപ്പെട്ടു. ഇത് തിരിച്ചു കിട്ടാൻ യേശു വന്നത് എന്തിനാണെന്നറിയോ? യേശു വന്നതിൻ്റെ ഉദ്ദേശം, അതായത് ദ മെജോറിറ്റി ഓഫ് ക്രിസ്ത്യൻസ് ആർ ട്രീറ്റിംഗ് ജീസസ് ആസ് എ റിലീജിയസ് ലീഡർ. ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനിയും യേശുവിനെ മതനേതാവായിട്ടാണ് കാണുന്നത്. എൻ്റെ വേദപുസ്തകം അത് പഠിപ്പിക്കുന്നില്ല. യേശു മതമുണ്ടാക്കിയതായിട്ട് നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ തെളിയിക്കാവോ? എവിടുന്നെങ്കിലും തെളിയിക്കാവോ? യേശു മതമുണ്ടാക്കിയെന്ന ചരിത്രത്തിൽ നിന്ന് നിങ്ങൾക്കൊന്ന് തെളിയിക്കാവോ? 2 കൂട്ടരും എൻ്റെ കൂട്ടുകാരുണ്ട്, ചരിത്രത്തിൽ ഐച്ഛികമായി ഡോക്ടറേറ്റ് ഉള്ളവർ. ഓൾഡ് ടെസ്റ്റമെൻറ്റിലും ന്യൂ ടെസ്റ്റമെൻറ്റിലും ഡോക്ടറേറ്റ് ഉള്ള അനേകം പേരെ എനിക്കറിയാം. ഞാൻ അവരോടൊക്കെ ചോദിച്ചു, യേശു മതമുണ്ടാക്കിയത് നിങ്ങൾക്കും തെളിയിക്കാവോ? അവൻ മതമൊന്നും ഉണ്ടാക്കാനല്ല വന്നത്. യേശു വന്നതിൻ്റെ ഉദ്ദേശം എന്ന് അച്ഛൻ പറഞ്ഞല്ലോ, യേശു ആരാന്ന് നമ്മൾ അറിയണമെന്നുള്ളത്. അവൻ വന്നതിൻ്റെ ഒരു ഉദ്ദേശവും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായി ജീവൻ ഉണ്ടാകാനും. അപ്പോൾ നിത്യജീവനെ അത്രയും കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. കാരണം ഒരു വലിയ വിഷയമാണ് എറ്റേണൽ ലൈഫ് എന്നുള്ളത്. ഇത് പ്രാപിക്കണമെങ്കിൽ വേദപുസ്തകം പറയുന്നത് യോഹന്നാൻ 3:36 വായിക്കണം, ഞാൻ തന്നെ പറയാം. യോഹന്നാൻ 3:36 പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ. അതുകൊണ്ടാണ് മോനെ ആദ്യം അങ്കിൾ പറഞ്ഞു, പാടിയ കൊണ്ട് നിത്യജീവൻ കിട്ടത്തില്ല. ഞാൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടത്തില്ല? ഈ നിത്യജീവൻ കിട്ടിയാലുള്ള അനുഗ്രഹം, അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് പഠിക്കേണ്ടത്. ഇത്തരം കാര്യം ആദ്യം അതിൻ്റെ പ്രിലിമിനറി ക്ലാസ്സെങ്കിലും നമുക്ക് നോക്കാം. നമുക്കെല്ലാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണല്ലോ. അല്ലാതെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാം, യേശുവുമായി വ്യക്തിപര ബന്ധമില്ലാതെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിത്യജീവൻ പ്രാപിക്കാത്തവരെ പറ്റി അവിടെ പറയുന്നുണ്ട്. യോഹന്നാൻ 3:36 പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അടുത്ത വാക്യം എന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ ക്രോധം അവൻ്റെ മേൽ വരും. ദ റാത്ത് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ കോപം അവൻ്റെ മേൽ വരും. എന്തോ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കോപം എന്നറിയാവും? അഗ്നിനരകത്തിലേക്ക് പോവുക. അതുകൊണ്ട് അതിൽ പോകാതെ അവരെ ഏത് ജീവങ്ങളിലേക്ക് കൊണ്ടുവരണം? ഇതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. ഇത്തരം കാര്യം മനസ്സിലായല്ലോ. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്താണ്? എല്ലാവരും നിത്യജീവൻ പ്രാപിച്ച് എന്നും ആരുടെ കൂടെ ആയിരുന്നു? അച്ഛൻ പറഞ്ഞ യഹോവയുടെ മനോഹരത്വം കണ്ട് ജീവിക്കണം. ശാന്തമായി തലവണക്കിക്ക് ഓരോരുത്തരും അവരവരോടും ചോദിച്ചേ, ഈ ജീവൻ ഞാൻ പ്രാപിച്ചിട്ടുണ്ടോ? ഈ യേശുവിനെ ഞാൻ രക്ഷിതാവായി സ്വീകരിക്കുന്നത്? നിങ്ങൾക്ക് ചോയ്സ് നിങ്ങളുടെ കയ്യില്ല. ദൈവം അന്നും ഇന്നും സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷേ നിങ്ങളുടെ തോമസീപ്പനങ്ങൾ പറയുന്നു, നിത്യജീവൻ പ്രാപിച്ചില്ലെങ്കിൽ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കണമെങ്കിൽ പുത്രനെ എന്ത് ചെയ്യണം? ചുംബിക്കണം. അതുകൊണ്ട് ഇന്ന് വരെ ഈ യേശുവുമായി വ്യക്തിപര ബന്ധമില്ലാതെ ഇവിടെ ഈ ഹോളിനകത്ത് വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിൻ്റെ വിവിധ ടൈം സോണുകളിൽ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഈ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരാരെങ്കിലും ഈ യേശുവുമായുള്ള വ്യക്തിപര ബന്ധത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ഈ സമയം നിങ്ങളായിരിക്കുന്നിടത്ത് പറഞ്ഞ, യേശുവേ, ഈ ജീവൻ എനിക്കും വേണം, ദൈവത്തിൻ്റെ ജീവൻ, എന്നേക്കുമുള്ള ജീവൻ, നിത്യജീവൻ എനിക്കും വേണം. ആ ജീവൻ തരുന്നതാണ് സൗജന്യമായി കർത്താവ്. വിശുദ്ധ യോഹന്നാൻ 10:28 പറയുന്നു, ഞാൻ നിത്യജീവൻ അവയ്ക്ക് കൊടുക്കുന്നു, നീ കൊടുക്കുന്ന നിത്യജീവൻ എനിക്കും തരണമേ. അങ്ങ് എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവെന്ന് ഇന്ന് ആദ്യമായി ഹോളിനകത്ത്
ആരെങ്കിലും യേശുവുമായുള്ള വ്യക്തിപര ബന്ധത്തിൽ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ കാര്യം ഒന്ന് ഉയർത്തിക്കാണ്. ആരെങ്കിലും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് ആദ്യമായി യേശുവുമായുള്ള ബന്ധത്തിൽ വരുമ്പോൾ, അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, വിവിധ ടൈം സോണുകളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് വചനം കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതുണ്ടെങ്കിൽ അവരും ആ കരങ്ങൾ അവിടെ ഉയർത്തുക. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, നിന്നെ ഇന്ന് ആദ്യമായി രക്ഷിതാവായി സ്വീകരിച്ച പ്രിയപ്പെട്ടവർ, ഇതിനു മുമ്പ് നിന്നെ രക്ഷിതാവായി സ്വീകരിച്ചവർ എല്ലാവർക്കും നീ നൽകുന്ന നിത്യജീവൻ, എന്നേക്കുമുള്ള ജീവൻ, ആ ജീവൻ്റെ നല്ല അംശികളായി ഇന്ന് ഞങ്ങളെ കൽപ്പിച്ചതുപോലെ നിന്റെ നല്ല പത്രങ്ങളായി ഈ ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഈ കൂട്ടായ്മയെ അവിടുത്തെ കാര്യങ്ങളിൽ തരുന്നു. ഇതിനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ റാന്നിയുടെ പ്രദേശത്ത് ഈ ഫെലോഷിപ്പ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ. തിരുനാമം മഹത്വമെടുക്കണം. നൽകിയ എല്ലാ ദാനങ്ങൾക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് യഥാസ്ഥാനങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കോരനോട് ചേർന്ന് നമുക്കൊട്ടും സമയമില്ല. അതിൻ്റെ പേരിൽ നമുക്ക് ഈ പാട്ടിൻ്റെ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമംഗം വിളങ്ങും മഹേശൻ, ആ പാട്ടിൻ്റെ ആ 2 ചരണങ്ങൾ മാത്രം പാടി നമുക്ക് ദൈവത്തിന് മഹത്വം കരയേറ്റി പ്രിയ ജോസ് ബ്രദർ മുന്നോട്ട് കൊടുത്ത് പ്രാർത്ഥിച്ച് ലാസ്റ്ററച്ചൻ ആശീർവാദം പറഞ്ഞ് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കും. കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ടത് വചനം നിത്യജീവൻ കരസ്ഥമാക്കി ദൈവകരങ്ങളിലേക്ക് നമ്മളെല്ലാവരെയും സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ, മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹാ.